നമ്മുടെ പ്രീവിയസ് ജനറേഷനെക്കാട്ടും ഇപ്പോഴത്തെ ജനറേഷന് എന്തുകൊണ്ടാണ് കൂടുതൽ കേൾവിക്കുറവ് എന്നറിയോ? WHO കണക്ക് പ്രകാരം സെക്കൻഡ് ലാർജസ്റ്റ് ഡിസോർഡർ ആണ് കേൾവിക്കുറവ്. എന്തുകൊണ്ടാണ് ഇപ്പം കൂടുതൽ കേൾവിക്കുറവ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുറകോട്ട് പോവാം. നമ്മുടെ പ്രീവിയസ് ജനറേഷൻ ആ സമയങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയിരുന്ന നോയ്സ്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന സൗണ്ടുകൾ, ഇതെല്ലാം ഇപ്പോഴത്തെ ലെവലിനെക്കാട്ടും കുറച്ച് കുറവായിരുന്നു അന്ന്. അതായത് നമ്മൾ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന സമയത്തോ അല്ലെങ്കിൽ ചുറ്റും ഇത്രയും സിറ്റി പോലെ ആവാത്ത സമയങ്ങളിൽ നമ്മളുടെ ചുറ്റും ഉണ്ടായിരുന്ന സൗണ്ടുകൾ കുറവായിരുന്നു. അവിടെ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നൊരു ആൾക്കാരാണ് നമ്മൾ. നമ്മളുടെ ചുറ്റുമുള്ള ചേഞ്ചസ് നമ്മുടെ ചെവിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും കൂടെയുള്ള ആള് മൊബൈൽ ഫോൺസിന്റെ യൂസോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിന്റെ യൂസോ നമ്മുടെ ചെവിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പം നമ്മുടെ ഡേ ടു ഡേ നോർമൽ ലൈഫിൽ ഒരു വലിയ ഭാഗമാണ്. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചേഞ്ചസുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മളുടെ ചുറ്റുമുള്ള പൊല്യൂഷൻ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതെല്ലാം നമ്മുടെ ചെവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പഴയ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷന് കൂടുതൽ കേൾവിക്കുറവ്.